വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, സെയിന്റ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. ചാവറ അച്ഛന്റെ പൂർണ്ണനാമം എന്താണ്? ഉത്തരം: കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചോദ്യം 2. ചാവറ അച്ഛൻ ജനിച്ചത് എപ്പോൾ? ഉത്തരം: 1805 ഫെബ്രുവരി 10. ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ. ചോദ്യം 3. ചാവറ അച്ഛന്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം: ഏലിയാസ് ചാവറ അഥവാ ഐക്കോ കുര്യാക്കോസ് ചാവറയും മറിയം തൊപ്പിലും. ചോദ്യം 4. ചാവറ അച്ഛൻ അന്തരിച്ചത് എപ്പോൾ? ഉത്തരം: 1871 ജനുവരി 3, എറണാകുളം ജില്ലയിലെ കൂനമ്മാവിൽ. ചോദ്യം 5. ചാവറ അച്ഛന്റെ കബറിടം എവിടെയാണ്? ഉത്തരം: മാന്നാനം, കോട്ടയം. കോട്ടയം ജില്ലയിലെ മാന്നാനം വിശുദ്ധ ജോസഫിന്റെ മോണാസ്ട്രി പള്ളിയിലാണ് സെയിന്റ് ജോസഫ്സ് മോണസ്ട്രി ചർച്ച് വിശുദ്ധ ചാവറ അച്ഛന്റെ ഭൗതികശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. 1871 കൂനമ്മാവിൽ വെച്ച് അന്തരിച്ചപ്പോൾ ആദ്യം അവിടെയാണ് അടക്കം ചെയ്തിരുന്നതെങ്കിലും 1889 ഭൗതികാവശിഷ്ടങ്ങൾ മാന്നാനത്തേക്ക് മാറ്റുകയായിരുന്നു. ചോദ്യം 6. ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം: ഫ്രാൻസിസ് മാർപ്പാപ്പ. 2014 നവംബർ 23 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരശ്രത്തിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. ചോദ്യം 7. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ കത്തോലിക്ക പുരുഷ വിശുദ്ധനാര്? ഉത്തരം: വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധ അൽഫോൻസാമ്മയാണ് 2008 വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു. പുരുഷന്മാരിൽ ആദ്യത്തെയാൾ ചാവറയച്ചനാണ്. ചോദ്യം 8. ചാവറ അച്ഛനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം: ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. 1986 ഫെബ്രുവരി 8 കോട്ടയം നാഗമ്പടം മൈതാനത്തുവെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനെയും അൽഫോൻസാമ്മയെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത്. ചോദ്യം 9. CMI സഭയുടെ സ്ഥാപകരിൽ പ്രധാനി ആര്? ഉത്തരം: ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. 1831 മെയ് 11 മാന്നാനത്ത് തോമസ് പാലക്കൽ, തോമസ് പോരൂക്കര, ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്നീ 3 വൈദികർ ചേർന്നാണ് ഈ സഭ സ്ഥാപിച്ചത്. തുടക്കത്തിൽ സഭയെ നയിച്ച ഈ 3 പേരിൽ ആദ്യത്തെ 2 പേരുടെയും വേർപാടിനുശേഷം സഭയുടെ പൂർണ്ണമായ വളർച്ചയ്ക്കും ഭരണത്തിനും നേതൃത്വം നൽകിയത് ചാവറയച്ചനാണ്. ചോദ്യം 10. CMI എന്നതിന്റെ പൂർണ്ണരൂപം? ഉത്തരം: കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്യുലേറ്റ്. കത്തോലിക്ക സഭയിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസ സമൂഹമായ CMIയുടെ ഇംഗ്ലീഷ് നാമം കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്യുലേറ്റ് എന്നാണ്. മലയാളത്തിൽ ഇത് അമലോത്ഭവ മറിയത്തിന്റെ കർമ്മലീത്ത സഭ എന്നറിയപ്പെടുന്നു. ചോദ്യം 11. CMC സഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? ഉത്തരം: ചാവറ അച്ഛൻ. കത്തോലിക്ക സഭയിലെ സ്ത്രീകൾക്കായുള്ള ആദ്യത്തെ തദ്ദേശീയ സന്യാസ സമൂഹമായ CMC കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ, അമലോത്ഭവ മറിയത്തിന്റെ സന്യാസിനി സമൂഹം. രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. ഫാദർ ലിയോപോൾഡ് ബെക്കാറോയോടൊപ്പം ചേർന്ന് 1866 കൂനമ്മാവിൽ വെച്ച്. ചോദ്യം 12. ചാവറ അച്ഛൻ ആരംഭിച്ച പ്രശസ്ത ആശ്രമം? ഉത്തരം: മാന്നാനം ആശ്രമം. 1831 മെയ് 11 കോട്ടയത്തിനടുത്തുള്ള മാന്നാനത്താണ് ചാവറയച്ചനും മറ്റു വൈദികരും ചേർന്ന് ആദ്യത്തെ ആശ്രമത്തിന് തറക്കല്ലിട്ടത്. കത്തോലിക്ക സഭയിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസ സമൂഹത്തിന് CMI തുടക്കം കുറിച്ചത് ഈ മാന്നാനം ആശ്രമത്തിൽ നിന്നാണ്. ചോദ്യം 13. കേരളത്തിൽ ഓരോ പള്ളിയോടും ചേർന്ന് സ്കൂൾ തുടങ്ങണമെന്ന് നിർദ്ദേശിച്ച നവോത്ഥാന നായകനാര്? ഉത്തരം: ചാവറ അച്ഛൻ. 1846 മാന്നാനത്ത് വെച്ച് മാർത്തോമ്മ നസ്രാണികളുടെ വികാരി ജനറാളായിരിക്കെ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ പുറപ്പെടുവിച്ച ഇടയലേഖനത്തിലൂടെയാണ് പള്ളികൾക്കൊപ്പം വിദ്യാലയങ്ങൾ, പള്ളിക്കൂടങ്ങൾ നിർബന്ധമാക്കിയത്. ജാതിമത ഭേദമന്യേ ഏവർക്കും വിദ്യാഭ്യാസം നൽകാനും കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി നൽകുന്ന രീതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ചോദ്യം 14. ചാവറ അച്ഛന്റെ വിദ്യാഭ്യാസ മുദ്രാവാക്യം? ഉത്തരം: ഓരോ പള്ളിയോടും ചേർന്ന് ഒരു പള്ളിക്കൂടം.
1846 അദ്ദേഹം നൽകിയ പ്രശസ്തമായ നിർദ്ദേശം എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണം എന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ പള്ളിക്കൂടം എന്ന വാക്ക് തന്നെ പ്രചാരത്തിലായത്. ചോദ്യം 15. കേരളത്തിലെ ആദ്യ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചത് ആര്? ഉത്തരം ചാവറ അച്ഛൻ. പള്ളിക്കൂടങ്ങളിൽ പഠിക്കാൻ എത്തുന്ന പാവപ്പെട്ട കുട്ടികൾ വിശപ്പ് കാരണം പഠനം ഉപേക്ഷിക്കാതിരിക്കാൻ 1840കളിൽ മാന്നാനത്ത് ചാവറയച്ചൻ സൗജന്യ ഉച്ചഭക്ഷണം പിടിയരി ശേഖരിച്ച് നൽകുന്ന രീതി ആരംഭിച്ചു. ഇതാണ് കേരളത്തിൽ സ്കൂൾ കുട്ടികൾക്കായി ആരംഭിച്ച ആദ്യത്തെ ഉച്ചഭക്ഷണ പദ്ധതി, സെപിഡിയരി പ്രസ്ഥാനം. ചോദ്യം 16. കേരളത്തിലെ ആദ്യ അച്ചടിശാലകളിൽ ഒന്നായ മാന്നാനം പ്രസ് സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയതാര്? ഉത്തരം ചാവറ അച്ഛൻ. 1846ൽ കോട്ടയത്തിനടുത്തുള്ള മാന്നാനത്ത് സെന്റ് ജോസഫ്സ് പ്രസ് എന്ന പേരിൽ ഈ അച്ചടിശാല സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് കുടമാളൂർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അഥവാ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ആണ്. മരത്തിൽ സ്വയം അച്ചടി അച്ചുകൾ കൊത്തിയുണ്ടാക്കിയാണ് അദ്ദേഹം ഈ അച്ചടിശാലയുടെ പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിലെ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ആദ്യത്തെ തദ്ദേശീയ അച്ചടിശാല കൂടിയായിരുന്നു ഇത്. കൃതികൾ. ചോദ്യം 17. ചാവറ അച്ഛന്റെ ആത്മകഥ. ഉത്തരം ആത്മാനുതാപം. ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ ആത്മകഥാംശമുള്ള പ്രധാന കൃതിയാണ് ആത്മാനുതാപം. മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥാപരമായ മഹാകാവ്യങ്ങളിൽ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. താൻ ചെയ്ത തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന ഒരു ആത്മാവിന്റെ വിലാപരൂപത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെയും പരിശുദ്ധ മറിയത്തിന്റെയും ജീവിതരംഗങ്ങളും ഇതിൽ മനോഹരമായി വർണ്ണിക്കുന്നു. ചോദ്യം 18. ചാവറ അച്ഛൻ രചിച്ച പ്രസിദ്ധ ഗാനം. ഉത്തരം അനസ്താസിയയുടെ രക്തസാക്ഷിത്വം. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ 1862ൽ രചിച്ച പ്രശസ്തമായ ആഖ്യാനകാവ്യമാണ് അനസ്താസിയയുടെ രക്തസാക്ഷിത്വം, ദ മാർട്ടർഡം ഓഫ് അനാസ്റ്റസ്യ. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അനസ്താസ്യ എന്ന കന്യകാസ്ത്രീയുടെ വിശ്വാസദാർഢ്യത്തെയും രക്തസാക്ഷിത്വത്തെയും കുറിച്ച് വള്ളപ്പാട്ടിന്റെ ഈണത്തിലാണ് അദ്ദേഹം ഈ കൃതി രചിച്ചിരിക്കുന്നത്. ചോദ്യം 19. ചാവറ അച്ഛൻ രചിച്ച നാടകകൃതി. ഉത്തരം അനസ്താസ്യയുടെ രക്തസാക്ഷിത്വം. പ്രസിദ്ധമായ വഞ്ചിപ്പാട്ട് വൃത്തത്തിൽ രചിക്കപ്പെട്ട ഒരു ആഖ്യാനകാവ്യം, നാരറ്റീവ് പോയം എന്ന നിലയിലാണ് ഇത് കൂടുതൽ അറിയപ്പെടുന്നതെങ്കിലും നാടകീയ സംഭാഷണങ്ങളോടും രംഗാവിഷ്കാരത്തോടും കൂടി അവതരിപ്പിക്കാൻ പാകത്തിൽ തയ്യാറാക്കപ്പെട്ടതിനാൽ മലയാളത്തിലെ ആദ്യകാല ഗീതിനാടകങ്ങളിൽ മ്യൂസിക്കൽ ഡ്രാമ ഒന്നായും ഇതിനെ കണക്കാക്കാറുണ്ട്. പ്രമേയം: റോമൻ ചക്രവർത്തി ഡീഷ്യസിന്റെ ഭരണകാലത്ത് വിശ്വാസത്തിനുവേണ്ടി രക്തസാക്ഷിത്വം വരിച്ച അനസ്താസിയയുടെ ജീവിതം, സംഘടനകളും പ്രവർത്തനങ്ങളും. ചോദ്യം 20. സിഎംഐ സഭ സ്ഥാപിതമായ വർഷം. ഉത്തരം 1831. സിഎംഐ സഭ, കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്യുലേറ്റ്, 1831 മെയ് 11 മാന്നാനത്ത് വച്ച് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ, പാലക്കൽ തോമാ മലബൻ, പോരുക്കര തോമാ മലബൻ എന്നിവർ ചേർന്ന് ഈ സന്യാസ സമൂഹം സ്ഥാപിച്ചത്. ചോദ്യം 21. സിഎംസി സഭ സ്ഥാപിതമായ വർഷം. ഉത്തരം 1866. സിഎംസി സഭ, കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ, 1866 ഫെബ്രുവരി 13 കൈനകരിയിൽ വച്ച് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനും ലിയോപോൾഡ് ബഗരോ OCD അച്ഛനും ചേർന്ന് സ്ത്രീകൾക്കായുള്ള ഈ സന്യാസ സമൂഹം സ്ഥാപിച്ചത്. സീറോ മലബാർ സഭയിലെ ആദ്യത്തെ തദ്ദേശീയ സ്ത്രീ സന്യാസ സമൂഹമാണിത്. ചോദ്യം 22. കേരളത്തിലെ കത്തോലിക്ക വിദ്യാഭ്യാസ രംഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ചാവറ അച്ഛൻ. എല്ലാ പള്ളികളോടുമൊപ്പം പള്ളിക്കൂടങ്ങളും വിദ്യാലയങ്ങൾ ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് 1846ൽ അദ്ദേഹം പുറപ്പെടുവിച്ച പള്ളിക്കൂടം എന്ന വിപ്ലവകരമായ ആശയം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ജാതി-മത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകാനും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാനും അദ്ദേഹം തുടക്കമിട്ടു. സ്റ്റാമ്പ്. ചോദ്യം 23. ചാവറ അച്ഛന്റെ സ്മരണാർത്ഥം ഇന്ത്യ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? ഉത്തരം 1987.
ഇന്ത്യൻ തപാൽ വകുപ്പ് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ സ്മരണാർത്ഥം 1987 ഡിസംബർ 20-നാണ് അനുസ്മരണ അഞ്ചൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. സ്റ്റാമ്പ് പുറത്തിറക്കിയ തീയതി 1987 ഡിസംബർ 20. മുഖവില 150 പൈസ, 1 രൂപ 50 പൈസ. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ വിക്ഷണനുമായിരുന്ന ചാവറ അച്ഛന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് കേന്ദ്ര സർക്കാർ ഈ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. സിനിമ. ചോദ്യം 24. ചാവറ അച്ഛന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ മലയാള സിനിമ. ഉത്തരം ചാവറയച്ചൻ 2017. ചാവറയച്ചൻ 2017 അൽഫോൻസ് പുത്രൻ നിർമ്മിച്ച് രാജു ജോസഫ് സംവിധാനം ചെയ്ത ഒരു ഡോക്യുമെന്ററി അഥവാ ഹ്രസ്വചിത്രമാണ് ചാവറയച്ചൻ 2017. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ പ്രധാന മലയാള ചലച്ചിത്രങ്ങൾ ഇവയാണ്. ചാവറയച്ചൻ 1998 ഫാദർ മാത്യൂസ് കൊക്കാട്ട് സംവിധാനം ചെയ്ത ചിത്രം. കരുണയുടെ കടൽ 2015 അദ്ദേഹത്തിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച മറ്റൊരു ഭക്തിനിർഭരമായ ചിത്രം. മഹാത്മാക്കളുമായുള്ള ബന്ധം. ചോദ്യം 25. ചാവറ അച്ഛനോടൊപ്പം CMI സഭ സ്ഥാപിച്ച മറ്റു 2 വൈദികർ ആരെല്ലാം? ഉത്തരം തോമസ് പാലക്കൽ അച്ഛൻ, തോമസ് പൊരൂക്കാര അച്ഛൻ. ചോദ്യം 26. ചാവറ അച്ഛനോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മലയാളി സന്യാസിനി ആര്? ഉത്തരം വിശുദ്ധ യൂഫ്രാസ്യ എലുവത്തിങ്കൽ. ജനനം 1877 ഒക്ടോബർ 17, കാട്ടൂർ, തൃശൂർ. മരണം 1952 ഓഗസ്റ്റ് 29, ഒല്ലൂർ, തൃശൂർ. വിശുദ്ധയായി പ്രഖ്യാപിച്ചത് 2014 നവംബർ 23, ഫ്രാൻസിസ് മാർപ്പാപ്പ. പ്രധാന വിശേഷണങ്ങൾ. ചോദ്യം 27. ചാവറ അച്ഛൻ ഏത് മേഖലയിലെ നവോത്ഥാന പ്രവർത്തകനായാണ് അറിയപ്പെടുന്നത്? ഉത്തരം വിദ്യാഭ്യാസ സാമൂഹിക ആത്മീയ നവോത്ഥാന മേഖല. പള്ളിക്കൂടം എല്ലാ പള്ളികൾക്കുമൊപ്പം സ്കൂളുകൾ എന്ന ആശയം നടപ്പിലാക്കി ഏവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കി. ഉച്ചഭക്ഷണ പദ്ധതി, പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, അച്ചടിശാല, മാന്നാനം എന്നിവയിലൂടെ സമുദായ സമത്വത്തിനും പുരോഗതിക്കും വഴിതെളിച്ചു. CMI, CMC സന്യാസസഭകൾ സ്ഥാപിച്ച് ആത്മീയ നവോത്ഥാനത്തിന് നേതൃത്വം നൽകി. ചോദ്യം 28. ചാവറ അച്ഛന്റെ തിരുനാൾ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം ജനുവരി 3. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ ചരമദിനമായ ജനുവരി 3 ആണ് അദ്ദേഹത്തിന്റെ തിരുനാളായി സീറോ മലബാർ സഭയും ആഗോള കത്തോലിക്ക സഭയും ആചരിക്കുന്നത്. 1871 ജനുവരി 3-നാണ് അദ്ദേഹം അന്തരിച്ചത്. ചോദ്യം 29. ചാവറ അച്ഛന്റെ ഭൗതികശരീരം സൂക്ഷിച്ചിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രം? ഉത്തരം സെന്റ് ജോസഫ്സ് മഠം, മാന്നാനം. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ ഭൗതികശരീരം കോട്ടയം ജില്ലയിലെ മാന്നാനം സെന്റ് ജോസഫ്സ് മൊണാസ്ട്രി പള്ളിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ചാവറയച്ചൻ 1871 കൂനമ്മാവിൽ വെച്ച് അന്തരിച്ചെങ്കിലും 1889 അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ മാന്നാനത്തേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ പള്ളിയിൽ അടക്കം ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്.